നിയമസഭാ നടപടികൾ ആരംഭിക്കുകയാണ്. ഇന്ന് ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പാണ്. അതുമായി ബന്ധപ്പെട്ട സഭാ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ശ്രീമതി ഷാനിമോൾ ഉസ്മാന്റെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള 3 പത്രികകൾ ലഭിച്ചിട്ടുണ്ട്. ശ്രീ വി ഡി സതീശൻ നിർദ്ദേശിക്കുകയും ശ്രീ സണ്ണി ജോസഫ് പിന്താങ്ങുകയും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിക്കുകയും ശ്രീ കെ എം ഷാജി പിന്താങ്ങുകയും ശ്രീ മോൻസ് ജോസഫ് നിർദ്ദേശിക്കുകയും ശ്രീ അനൂപ് ജേക്കബ് പിന്താങ്ങുകയും ചെയ്തിട്ടുള്ളതാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാന് വേണ്ടിയുള്ള പത്രികകൾ. പരിശോധനയിൽ നാമനിർദ്ദേശ പത്രികകളെല്ലാം നിയമാനുസൃതമാണ് എന്ന് കാണുന്നു. ഒന്നിലധികം അംഗങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതിനാൽ സഭ വോട്ടെടുപ്പിലൂടെ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതാണ്. ബാലറ്റ് പേപ്പർ ശ്രീ മുഹമ്മദ് മുഹസിൻ്റെ പേര് ആദ്യത്തേതായും ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ്റെ പേര് രണ്ടാമത്തേതായും അച്ചടിച്ചിട്ടുണ്ട്. നിയമസഭാ അംഗങ്ങൾ തങ്ങൾക്കിഷ്ടമുള്ള ഈ സ്ഥാനാർത്ഥിയുടെ പേരിനെതിരെ ഒരു ഗുണനച്ചിഹ്നമിട്ട് വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. ഗുണനച്ചിഹ്നമില്ലാതെ മറ്റടയാളങ്ങളിട്ട് വോട്ട് രേഖപ്പെടുത്തിയാൽ പ്രസ്തുത ബാലറ്റ് പേപ്പർ അസാധുവായി കണക്കാക്കുന്നതാണ്. നിയമസഭയിൽ അംഗങ്ങളുടെ പേര് ഇരിപ്പിടത്തിൻ്റെ ക്രമത്തിൽ സെക്രട്ടറി ഇപ്പോൾ തന്നെ വിളിക്കുന്നതായിരിക്കും. ഓരോ അംഗവും തത്സമയം അധ്യക്ഷവേദിക്ക് സമീപം വന്ന് ഏതെങ്കിലും ഒരു ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിച്ച ശേഷം സ്വസ്ഥാനത്ത് ഉപവിഷ്ടനാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം പേര് വിളിക്കുമ്പോൾ സഭയിൽ ഹാജരില്ലാത്ത അംഗങ്ങൾക്ക് പോളിംഗ് അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സഭയിൽ ഹാജരാകുന്ന പക്ഷം വോട്ട് രേഖപ്പെടുത്താൻ അനുമതി നൽകുന്നതാണ്. ഇതിനകം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ആരംഭിക്കും. LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൊഹസിനും UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനുമാണ് മത്സരിക്കുന്നത്. നിയമസഭാ സമ്മേളനം അല്പ നിമിഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, സഭാ നടപടികൾ ഇന്ന് എങ്ങനെയായിരിക്കും? വിവരങ്ങൾ എന്താണ്? മോദി, സഭാ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ. വി ഡി സതീശൻ ആദ്യ വോട്ട് രേഖപ്പെടുത്തുന്നു. ഇരിക്കുന്നതിനനുസരിച്ച് സീറ്റിൻ്റെ ക്രമം അനുസരിച്ചാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പും സത്യപ്രതിജ്ഞയും നടന്നിരുന്നത് ആൽഫബറ്റിക് ഓർഡറിലാണ്, ഈ അക്ഷരമാല ക്രമത്തിലാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നതെങ്കിൽ സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടന്നതിന് സമാനമായി തന്നെ ഇപ്പോൾ ഇരിക്കുന്ന സീറ്റിനനുസരിച്ച് ഒന്നാമത്തെ സീറ്റിലിരിക്കുന്ന മുഖ്യമന്ത്രി മുതൽ രണ്ടാമത്തെ സീറ്റിലിരിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നു. മൂന്നാമതിരിക്കുന്ന മോൻസ് ജോസഫ് വോട്ട് രേഖപ്പെടുത്താനായി എത്തുകയാണ്. അങ്ങനെ ഓരോരുത്തരായി വോട്ട് രേഖപ്പെടുത്തി പോകുന്നു. 3 പത്രികകളാണ് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ നാമനിർദ്ദേശ പത്രിക വി ഡി സതീശൻ നിർദ്ദേശിച്ച് സണ്ണി ജോസഫ് പിന്താങ്ങിയതാണ്. രണ്ടാമത്തെ പത്രിക പി കെ കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിച്ച് കെ എം ഷാജി പിന്താങ്ങിയതാണ്. അതോടൊപ്പം മൂന്നാമത്തെ പത്രിക മോൻസ് ജോസഫ് നിർദ്ദേശിച്ച് അനൂപ് ജേക്കബ് പിന്താങ്ങിയതാണ്. ഈ 3 പത്രികയാണ് UDF സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് മുഹ്സിനായി പിണറായി വിജയൻ നിർദ്ദേശിച്ച് കെ രാജൻ പിന്താങ്ങിയ ഒരു പത്രികയാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അനായാസം UDFിൻ്റെ സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാന് വിജയിച്ച് കയറാൻ കഴിയും. 102 അംഗങ്ങളുടെ പിന്തുണയാണ് 140 അംഗ സഭയിൽ UDFിനുള്ളത്. 35 അംഗങ്ങളുടെ പിന്തുണ LDFിനുണ്ട്. 3 അംഗങ്ങളുടെ പിന്തുണയുള്ള BJP സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ BJP വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ 137 വോട്ടുകൾ ഈ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെടും. കേരള നിയമസഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 4ാമത്തെ ഡെപ്യൂട്ടി സ്പീക്കറായാണ് ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്. 39 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ കേരള നിയമസഭയ്ക്ക് ലഭിക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. വോട്ടെടുപ്പ് അതിവേഗത്തിൽ പുരോഗമിക്കുന്നു. ഇപ്പോൾ മോൻസ് ജോസഫും വോട്ട് ചെയ്ത് മടങ്ങുകയാണ്. അനൂപ് ജേക്കബ് വോട്ട് ചെയ്യുന്നു. ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ സമയം, പരമാവധി പോയാൽ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ വോട്ടെടുപ്പ് നടപടികൾ പൂർത്തിയാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ടെടുപ്പ് നടപടി ഒരു സാങ്കേതികം മാത്രമാണ് എന്ന് പറയാം. ഷാനിമോൾ ഉസ്മാന്റെ അനായാസ വിജയം ഉറപ്പാണ്. അതിനുശേഷമാണ് സഭ ആകാംക്ഷയോടെ
പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കുക. തിരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങൾ അടക്കമുള്ള വിഷയങ്ങളും അതോടൊപ്പം മുഖ്യമന്ത്രി വീട്ടിലെ ED റെയ്ഡ് അടക്കമുള്ള വിഷയങ്ങളും എല്ലാം സഭയിലേക്ക് ഇന്ന് ചർച്ചാ വിഷയമായി എത്തും. ശ്രദ്ധ ക്ഷണിക്കലും അതോടൊപ്പം തന്നെ ചോദ്യോത്തരവേള ഒഴിവാക്കുമ്പോഴും ശ്രദ്ധ ക്ഷണിക്കലും അടിയന്തര പ്രമേയങ്ങളും ഇന്ന് സഭാ നടപടികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധ ക്ഷണിക്കലിൽ വളരെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ കടന്നു വരുന്നു. ഒന്ന്, ശ്രദ്ധ ക്ഷണിക്കലിൽ വരുന്ന വിഷയമെന്ന് പറയുന്നത് ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന്, മലയന്തുരത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട കേരളം സജീവമായി ചർച്ച ചെയ്ത മറ്റൊരു വിഷയം കൂടി ശ്രദ്ധ ക്ഷണിക്കലായി സഭയുടെ മുന്നിലേക്ക് എത്തും. VP സജീന്ദ്രനാണ് ഈ വിഷയം സഭയ്ക്ക് മുൻപാകെ എത്തിക്കുക. അങ്ങനെ കേരളം ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന നിരവധി ചർച്ചകൾക്ക് ഇന്ന് സഭ സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. ഇന്നും നാളെയും മറ്റന്നാളുമായാണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ചർച്ച നടക്കുക. അതിനുശേഷം പിന്നീട് സഭ പിരിയും. 16-ാം തീയതിയാകും VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ഉണ്ടാകുക. ഇപ്പോഴെന്തായാലും ഡെപ്യൂട്ടി സ്പീക്കർ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. മോദി.